ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസമൊക്കെ വളരെ കുറച്ച് കാലങ്ങളായിട്ടാണ് ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. യൂണിവേഴ്സിറ്റികളും കോളേജുകളുമൊക്കെ വളരെ കുറച്ച് നൂറ്റാണ്ടുകളേ ആയിട്ടുള്ളൂ. നമുക്കറിയാം, വിദ്യാഭ്യാസമുള്ള എല്ലാവരും തന്നെ നല്ല തൊഴിൽ മേഖലകളിലേക്കൊക്കെ പ്രവേശിക്കുന്നുണ്ട്, പലതും നേടുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം, വിദ്യാഭ്യാസവും ഇന്നത്തെ വിദ്യാഭ്യാസവും ജീവിതത്തിലെ വിവേകവും തമ്മിൽ വലിയ ബന്ധമുണ്ടാകുന്നില്ല എന്ന സത്യമാണ്. ജീവിതത്തിൽ എന്തു ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് പോലും വ്യക്തമായ ധാരണയില്ലാത്ത ഒരവസ്ഥയാണ് നമ്മളിന്ന് കാണുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസം ഉണ്ടാകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ കണ്ടെത്തുന്നതിന് മുൻപ്, ആളുകൾ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്തിരുന്നത് സർട്ടിഫിക്കറ്റുകൾ ഉള്ളവരെ ആയിരുന്നില്ല, പകരം ജ്ഞാനം ഉള്ളവരെ ആയിരുന്നു. ആളുകൾക്ക് വളരെ വ്യക്തമായി തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വലിയ നന്മയാണ് ജ്ഞാനം. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിലാണെങ്കിലും സമൂഹങ്ങളിലാണെങ്കിലും ഏതെങ്കിലും ഒരു വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായ, ക്ലിയറായ ഒരു ഉപദേശമോ ഒരു വാചകമോ പറയാൻ അറിയുന്ന വ്യക്തിയിലേക്ക് ആളുകളുടെ ശ്രദ്ധ തിരിയും. പലപ്പോഴും നമ്മളുടെ മുൻ അനുഭവങ്ങൾ, ഇയാൾ പറഞ്ഞത് അതിനനുസരിച്ച് നീങ്ങിയത് അല്ലെങ്കിൽ നീങ്ങാതിരുന്നപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നന്മകൾ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഈ സമയത്തുണ്ടാകും. ഇങ്ങനെ ജ്ഞാനമെന്ന് പറയുന്ന ഒരു വലിയ നന്മ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഓരോ സമൂഹങ്ങളിലും അവരുടെ കാലഘട്ടങ്ങളിൽ ജ്ഞാനികളായിട്ടുള്ളവരാണ് ഏറ്റവും അധികം ആദരിക്കപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ പോലും തങ്ങളുടെ സമൂഹത്തിലെ ജ്ഞാനികളെ വളരെയധികം മാനിച്ചിരുന്നു. നമുക്കറിയാം, പഴയ കാലഘട്ടങ്ങളിൽ രണ്ട് തരത്തിലുള്ള ആളുകൾ, ചിലപ്പോൾ രണ്ടും കൂടെ ഉള്ളവർ രാജകൊട്ടാരങ്ങളിലേക്ക് ഉണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്ന്, ധാരാളം അറിവുള്ളവരാണ്. രണ്ട്, ജ്ഞാനമുള്ളവർ. അറിവും ജ്ഞാനവും ഒരുമിച്ചുള്ള ആൾക്കാരുമുണ്ട്. പല ഘട്ടങ്ങളിലും രാജാക്കന്മാർ ഉപദേശങ്ങൾ തേടിയിരുന്നത് തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജ്ഞാനമുള്ളവരുടെ അടുക്കൽ നിന്നായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്, സോളമൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സോളമന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തോട് വിനീത ഹൃദയനായി സോളമൻ ചോദിക്കുന്നത്, എൻ്റെ ഈ രാജ്യത്തിൻ്റെ ഭരണം നന്നായി നടത്തുവാൻ ആവശ്യമായ ജ്ഞാനം എനിക്ക് തരണമേ എന്നാണ്. അപ്പോൾ നമ്മളും കർത്താവിനോട് ചോദിക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിരവധി സ്ഥലങ്ങളിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മളും കർത്താവിനോട് ചോദിക്കുമ്പോൾ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദാനമാണ് ജ്ഞാനം. ഒരു രാജ്യം ഭരിക്കുവാൻ വേണ്ടി മാത്രമല്ല ജ്ഞാനം ആവശ്യമായിട്ടുള്ളത്. നമ്മളുടെ ജീവിതം ഒരു കൊച്ചു രാജ്യമാണ്. നമ്മളാണ് അവിടുത്തെ രാജാവ്. നമ്മളാണ് ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള വ്യക്തികളുമായി ബന്ധമുണ്ടാകണം, നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങൾ കടന്നു പോകണം, ഇതിലൊക്കെ പലപ്പോഴും നിയന്ത്രണവും തീരുമാനവും എല്ലാം നമുക്കാണ്. അഥവാ നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളോടും ഇടപഴകേണ്ടത് എങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടതെല്ലാം നമ്മളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു സാമ്രാജ്യമാണെന്ന് നമുക്ക് പറയാം. നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലും നമ്മളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഇടയിലും എല്ലാം തീരുമാനമെടുക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്കായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം എൻ്റെതാണ്. അപ്പോൾ എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ നയിക്കണം എന്നത് തീരുമാനിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് ഞാൻ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് ജ്ഞാനം. കർത്താവിൻ്റെ വചനം പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് വ്യക്തമായിട്ട് നമ്മൾ പറയുകയാണ്, എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകിയായ മനുഷ്യന് തുല്യമാണ്.
കർത്താവിൻ്റെ വചനം ശ്രവിച്ച് അതനുസരിക്കുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകിയായ മനുഷ്യന് തുല്യമാണ്. ഈശോ ഒരു ജ്ഞാനിയുടെ ലക്ഷണം പറയുകയാണ്. അപ്പം ജ്ഞാനിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയും അതനുസരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അതിൻ്റെ ഒരു ഫലമാണ് ജ്ഞാനം. ഈ ജ്ഞാനം നമ്മളിൽ കടന്നു വരുമ്പോൾ ആ ജ്ഞാനിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം പറയുന്നത് യാക്കോബിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിലാണ്. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ്? അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ തൻ്റെ പ്രവർത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ ചെയ്യരുത്. എന്നാൽ ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമായ ഒരു ജ്ഞാനം ഉണ്ട്. അത് ലക്ഷണമാണ്, ജ്ഞാനത്തിൻ്റെ ലക്ഷണം കാണിക്കും. പക്ഷെ അത് ജ്ഞാനമല്ല, അത് ഉന്നതത്തിൽ നിന്നല്ല, അത് ഭൂമിയിൽ നിന്നുള്ളതാണ്, സ്വാർത്ഥമാണ്, അത് പിശാചിൻ്റെതാണ്. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലുള്ള സംഭവം ഈ ലോകത്ത്. ഒരു ജ്ഞാനവുമുണ്ട്, ജ്ഞാനത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുമുണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത് ഭൂമിയിൽ നിന്നാണ്, അത് സ്വാർത്ഥമാണ്, അത് പൈശാചികമാണ്. എന്നാൽ മറ്റത് ഉന്നതത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഉന്നതത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം നേടിയവനാണ് ബൈബിൾ പറയുന്ന ജ്ഞാനി. ഹല്ലേലൂയ. ഈ ജ്ഞാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ജ്ഞാനവും അറിവും തമ്മിലുള്ളൊരു വ്യത്യാസം നമ്മൾ പണ്ടും ചർച്ച ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അതിൻ്റെ വ്യത്യാസം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ജ്ഞാനമെന്ന് പറയുന്നത് ഒരു കാര്യത്തെ ദൈവം കാണുന്നത് പോലെ കാണുന്നതാണ് ജ്ഞാനം. ഒരു കാര്യത്തെ ദൈവം കാണുന്നത് പോലെ കാണുന്നതാണ് ജ്ഞാനം. ഒരു കാര്യത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാടാണ് അറിവ്. ഒരു കാര്യത്തെ ദൈവം കാണുന്നത് പോലെ കാണുന്നതാണ് ജ്ഞാനം. ജ്ഞാനം ഒരിക്കലും മാറത്തില്ല, അറിവ് മാറി വരും. അറിവ് മാറിയേക്കാം, അറിവ് മാറാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് പണ്ട് മനുഷ്യൻ ഭൂമിയെക്കുറിച്ച് പറഞ്ഞത് ഭൂമി പരന്നതാണെന്നാണ്. അത് മനുഷ്യന് ഭൂമിയെക്കുറിച്ചുണ്ടായിരുന്നൊരു എക്സ്പീരിയൻസ് ആണ്, അറിവാണ്, അതാണ് അറിവ്. എന്നാൽ പിന്നീട് അത് മാറി ഭൂമി ഉരുണ്ടതാണെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ അറിവിന് മാറ്റം വരാം. എന്നാൽ ജ്ഞാനമെന്ന് പറയുന്നത് ഒരു കാര്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അഭിപ്രായമാണ്, അതിന് മാറ്റം വരത്തില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്, ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. നമുക്കറിയാം നമ്മുടെ കുടുംബത്തിലെ ധാരാളം ആളുകൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. എന്നാൽ നമ്മളുടെ ഹൃദയം അന്വേഷിക്കേണ്ടത്, നമ്മൾ അവരെല്ലാം ബഹുമാനിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോഴും ഒരു പക്ഷേ ഇവരിൽ ഏതെങ്കിലും ഒരാളിലൂടെ ദൈവം തന്നെ സംസാരിക്കുന്നുണ്ടാകണം. അല്ലെങ്കിൽ ഇവരിൽ പലരിലൂടെ സംസാരിക്കുന്നത് സമന്വയിപ്പിച്ച ഒരു ഭാഗം ദൈവം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുമല്ലെങ്കിൽ ഇവരാരും പറയുന്നതെല്ലാം ദൈവത്തിന് മറ്റെന്തോ പറയാനുണ്ട്. അപ്പോൾ മനുഷ്യരെയൊക്കെ കൺസൾട്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ ഹൃദയം ദൈവത്തെ കൺസൾട്ട് ചെയ്യാൻ തുടങ്ങുന്നതാണ് ജ്ഞാനത്തിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു വിവാഹത്തെക്കുറിച്ചുള്ള തീരുമാനം വരുന്നു, നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കണം. ഒരു കുഞ്ഞിൻ്റെ വിവാഹം നടക്കാൻ പോകുന്നു. ഒരിക്കലും ഒരു പെൺകുട്ടി അവളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഇടവന്ന സമയത്ത് അവളുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ചെറുക്കനായിരിക്കണം, ഇങ്ങനെയുള്ള ക്വാളിറ്റികൾ വേണം, ഇതൊക്കെ വേണം, ഇതെല്ലാം വേണം. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, അപ്പോൾ അവൾക്ക് ഇതെല്ലാമുള്ള ഒരാളെ കിട്ടുന്നുമില്ല. അപ്പോൾ ഞാൻ എന്തു ചെയ്യുമെന്നുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ദൈവികമായ ഒരു ചിന്ത ഇങ്ങനെയാണ്: കർത്താവാണെങ്കിൽ എങ്ങനെ ഇതിനെ ഒരുക്കാൻ സാധിക്കും? കർത്താവാണ് അവൾക്ക് ഉപദേശം കൊടുക്കുന്നെങ്കിൽ എന്ത് ഉപദേശം കൊടുക്കും എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷത്തിൽ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത ഞാൻ അവളുമായി പങ്കുവെച്ചു. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. അവളോട് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളുമുള്ള ഒരു വ്യക്തി ഒരിക്കലും കടന്നു വരിക വളരെ സ്റ്റാറ്റിസ്റ്റിക്സുകളായി മാത്രമല്ല, നമ്മളുടെ ലോകത്തിൻ്റെ ഒരു അറിവ് വെച്ച് നമുക്കറിയാം, ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളുമുള്ള ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക വളരെ വളരെ റെയറായ ഒരു അനുഭവമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: കർത്താവിനോട് പറയാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ ആ വ്യക്തിക്ക് ഉണ്ടാകില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന കാര്യം ഏതായിരിക്കും എന്ന് നീ ഒരു ലിസ്റ്റ് എടുക്കുക. അപ്പോൾ അദ്ദേഹം എനിക്ക് കാണിച്ചു തന്ന 1-2 ചെറുപ്പക്കാരുടെ ക്വാളിറ്റികളിൽ നിന്നാണ് ഞാനിത് അവളോട് പറയുന്നത്. അതായത് വിദ്യാഭ്യാസമുള്ളതും സൽസ്വഭാവമുള്ളതും അതുപോലെ തന്നെ നല്ല ഉയർന്ന ജോലിയുള്ളതും
വരുമാനമുള്ളതും സാമ്പത്തിക സ്ഥിതിയുള്ളതും ഒക്കെയായ ഒരു ചെറുപ്പക്കാരൻ്റെ രൂപത്തിന് ഒരു ചെറിയ പ്രശ്നം. അപ്പോൾ ഞാൻ പെൺകുട്ടിയോട് പറഞ്ഞൊരു കാര്യം, ഇത്രയും കാര്യങ്ങളിൽ നീ കുഴപ്പമൊന്നുമില്ല, നല്ല മനുഷ്യനാണ്, പക്ഷേ പെൺകുട്ടിയുടെ ദൃഷ്ടിയിൽ ഒരു ചെറിയ പ്രശ്നം രൂപത്തിന് തോന്നുകയാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നീ ചിന്തിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിക്കുമ്പോൾ നീ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു കാര്യം, ഈ 5-6 കാര്യങ്ങളുണ്ടല്ലോ നിൻ്റെ ലിസ്റ്റിൽ, ഇതിലേറ്റവും ആദ്യം ഞാൻ ഏത് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്? അങ്ങനെ ചോദിക്കുക. സൽസ്വഭാവം ഉപേക്ഷിക്കണോ? വിദ്യാഭ്യാസം ഉപേക്ഷിക്കണോ? അല്ലെങ്കിൽ സമ്പത്ത് ഉപേക്ഷിക്കണോ? ഇതിൽ ഏത് കാര്യമാണ് ഞാൻ ഒന്നാമത് ഉപേക്ഷിക്കേണ്ടത്? രൂപത്തിൽ എനിക്ക് തോന്നുന്നതായ ഒരു പ്രശ്നം ഉപേക്ഷിക്കണോ? ഞാൻ ഒരു അഭിപ്രായം നിന്നോട് പറയുന്നില്ല. ഏതെങ്കിലും ഒരു കാര്യം ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഏത് ഉപേക്ഷിക്കും എന്ന് നീ ദൈവസന്നിധിയിൽ പോയിരുന്ന് തീരുമാനിക്കുക. ഇതുപോലെ അല്ലെങ്കിൽ 2 കാര്യങ്ങൾ, അങ്ങനെ ഒരു പ്രയോറിറ്റി ഉണ്ടാക്കി നോക്കുക. ഇനി ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് കർത്താവ് നിനക്ക് തരികയാണെങ്കിൽ തരട്ടെ. അപ്പോൾ കർത്താവ് നിന്നോട് പറയും വെയിറ്റ് ചെയ്യുക എന്ന് പറയും. നീ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ തീരുമാനിക്കേണ്ടതല്ല, നീ തീരുമാനിക്കേണ്ടതാണ്. ഒരിക്കലും നമുക്ക് ഇതിനെ വ്യക്തിപരമായ നിർദ്ദേശമായിട്ട് കൊടുക്കാൻ പറ്റുകയില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെ എന്ത് ഉപേക്ഷിക്കണമെന്നറിയാതെ ആളുകൾ തീരുമാനിക്കുന്നൊരു സന്ദർഭത്തിൽ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു നിർദ്ദേശമുണ്ടാകും. നമ്മളുടെ ഉള്ളറിയാവുന്ന കർത്താവ്. ഒരുപക്ഷെ ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന സാധനമായിരിക്കത്തില്ല കർത്താവ് എൻ്റെ അടുത്ത കൂട്ടുകാരനോട് ഉപേക്ഷിക്കാനായിട്ട് പറഞ്ഞത്. കാരണം എന്നെക്കുറിച്ച് കർത്താവ് കാണുന്ന കാഴ്ച എനിക്ക് പോലും അറിഞ്ഞുകൂടാത്തൊരു കാഴ്ചയാണ്. എൻ്റെ ഉള്ളിൽ എന്നെ അറിയാവുന്നതിനേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എൻ്റെ കർത്താവ്. അതുകൊണ്ട് കർത്താവ് എന്നോട് പറയുന്ന ഒരു നിർദ്ദേശമുണ്ട്. ഇത് പലപ്പോഴും ഞാൻ എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്ന സാധനം തന്നെ ആയിരിക്കണമെന്നില്ല. അതാണ് എനിക്ക് എന്നെക്കുറിച്ചുള്ള അറിവിനേക്കാൾ വ്യക്തമായ അറിവുള്ള കർത്താവിൻ്റെ അടുക്കൽ ഞാൻ പോകണമെന്ന് പറയാൻ കാരണം ഇതാണ്. ഒരു ദിവസം ഒരിക്കൽ ഒരു വക്കീലായിട്ടുള്ള ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു പ്രശ്നവുമായിട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് തീരുമാനങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരിക്കലും സാധിക്കില്ല. നമുക്കവരെ ഗൈഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ സഹോദരനോട് പറഞ്ഞൊരു കാര്യം, താങ്കൾ ഈ കാര്യവുമായിട്ട് താങ്കൾ ഈശോയുടെ അടുക്കൽ പോയിരിക്കുക. ഈശോയുടെ അടുക്കൽ പോയിരുന്നിട്ട് കർത്താവിൻ്റെ തിരുവോസ്തി എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന, ഈശോയുടെ ദിവ്യകാരണം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ദേവാലയത്തിൻ്റെ അകത്ത് പോയിരുന്നിട്ട് നിങ്ങൾ കുറേ അധിക സമയം അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുക. എന്നിട്ട് കർത്താവിനോട് പറയുക, കർത്താവെ, എൻ്റെ മനസ്സിൽ ഒരുപാട് ആശയങ്ങൾ ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്, ഇന്ന ബന്ധുക്കൾ ഇന്ന ആവശ്യങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ അങ്ങയുടെ ഹിതം എന്താണെന്ന് അങ്ങ് വെളിപ്പെടുത്തണമേ. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ ഇരിക്കുമ്പോൾ കർത്താവ് നിന്നോട് തീർച്ചയായിട്ടും ഒരു സൊല്യൂഷൻ തന്ന് നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സഹോദരൻ ദേവാലയത്തിൽ പോയി അവിടെ ഇരുന്ന് ഏതാനും മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കൃത്യമായി കർത്താവ് ഒരു കൺഫർമേഷൻ അദ്ദേഹത്തിനെ ഫീൽ ചെയ്യുകയും അദ്ദേഹം എഴുന്നേറ്റ് പോയിട്ട് അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തിട്ട് എന്നെ വിളിച്ച് പറയാണ്, എൻ്റെ ജീവിതത്തിൽ അന്ന് എനിക്കൊരു നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റി. അപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, കർത്താവിൻ്റെ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ ഡിസിഷൻ കിട്ടും എന്നുള്ളതിനേക്കാൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, സ്വന്തമായി ഒരാൾ തീരുമാനമെടുക്കാനായിട്ട് അയാളുടെ ബുദ്ധിയെ ആശ്രയിക്കുന്നതിനോടൊപ്പം അയാൾ ആ ബുദ്ധിയിൽ ആശ്രയിക്കുന്ന ആ സമയത്ത് അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ പോയിരുന്നിട്ട് തൻ്റെ ഉള്ളിൽ തോന്നിയ ബുദ്ധിയുടെ ചിന്തകളെ അവിടെ സമർപ്പിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചെടുക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായൊരു കാഴ്ച. കാര്യം നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ തന്നെയാണ് എടുക്കേണ്ടത്. നമ്മുടെ ബുദ്ധി കൊണ്ടാണ് നമ്മൾ തീരുമാനങ്ങൾ പലപ്പോഴും ചിന്തിച്ചെടുക്കാൻ ശ്രമിക്കുക. എന്നാൽ ഇത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മൾ സ്വയം തീരുമാനിക്കണം. പക്ഷേ അങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് പോയി ഇരുന്ന്, കർത്താവെ, ഈ വിഷയം നീയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നീ എന്തായിരിക്കും ചെയ്യുക എന്ന് ചോദിക്കുമ്പോഴാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുക. ഒരിക്കൽ ഒരു സുഹൃത്ത് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ച ചോദ്യം, എൻ്റെ വിഷയത്തിന് ഞാൻ എത്ര നേരം പ്രാർത്ഥിക്കണം? അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ധൃതിയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജോലിയുമായി സംബന്ധിച്ച് 2 ജോലികൾ ഒരേ സമയം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു ഓപ്ഷൻ എടുക്കണം. അപ്പോൾ എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് അദ്ദേഹം അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ് എന്താണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും എൻ്റെതായിട്ടുള്ള ഒരു സൊല്യൂഷൻ പറയുകയില്ല. കാരണം ഇത് താങ്കളുടെ ജീവിതമാണ്. എനിക്കൊരു കാര്യം ഉറപ്പാണ്, താങ്കളുടെ കർത്താവ് താങ്കളുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. താങ്കളും കർത്താവും കൂടെ ഒരുമിച്ചിരുന്നാൽ കർത്താവ് താങ്കൾക്ക് ഇതിനുള്ള ഉത്തരം തരും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ എത്ര നേരം പ്രാർത്ഥിക്കണം? ഞാൻ പറഞ്ഞു, അതും എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. പ്രശ്നത്തിൻ്റെ
വലിപ്പമനുസരിച്ച്, പ്രശ്നത്തിൻ്റെ അതിൻ്റെ ആഴമനുസരിച്ച് കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നതാണ് ബുദ്ധി. 5 മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഡിസിഷൻ എടുക്കുന്നതിനേക്കാൾ കർത്താവിന് മുമ്പിൽ ഒരുമിച്ചിരിക്കുക, കുറേ സമയം ഇരിക്കുക. ഇപ്പോൾ താങ്കളുടെ പ്രശ്നത്തിൽ താങ്കൾ അതിനെ എത്ര വലിയൊരു കാര്യമായിട്ട് കാണുന്നുവോ അത്രയധികം സമയം കർത്താവിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുക. ധൃതി പിടിച്ചൊരു തീരുമാനമെടുക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ദൈവിക ജ്ഞാനം നമ്മളിൽ പ്രവർത്തിക്കാതെ വരും. ധൃതിയാണ് പലപ്പോഴും പിശാചിൻ്റെ ചിന്തയ്ക്ക് നമ്മുടെ ഉള്ളിൽ കയറി വരുവാനുള്ള സ്പീഡ് കൂട്ടുന്ന ഒരു പരിപാടി പിശാചിൻ്റെ സ്വന്തമാണ്. അവിടെ ഒരിക്കലും ദൈവത്തിൻ്റെ ഒരു വഴി പ്രവർത്തിക്കത്തില്ല. നമുക്ക് കാണാം, യേശുവിൻ്റെ അടുക്കൽ പോലും സ്പീഡ് കൂട്ടിക്കുവാനായിട്ട് പിശാച് ശ്രമിക്കുന്നുണ്ട്. യേശുവിനോട് പറയുന്നുണ്ടല്ലോ, നീ എന്നെ കുമ്പിട്ടാൽ മതി, ഞാനിതെല്ലാം തന്നേക്കാം. സ്പീഡ് കൂട്ടുക, രക്ഷപ്പെടുത്താനുള്ളൊരു മാർഗം. പിശാചാണല്ലോ എല്ലാവരെയും വഴിതെറ്റിക്കുന്നത്. അതുകൊണ്ട് പിശാചിനെ ആരാധിച്ചാൽ അവൻ വിട്ടുകൊടുക്കും. പിന്നെ എന്തിനാ കുരിശിൽ മരിക്കേണ്ട കാര്യമില്ല. അതുപോലെ പറയാം, ആൾക്കാരുടെ അംഗീകാരം കിട്ടാൻ നീ ദേവാലയത്തിൽ നിന്ന് ചാടുക. സ്പീഡിൻ്റെ വഴികളൊക്കെ പലപ്പോഴും പിശാചിൽ നിന്നായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും സ്പീഡിൽ ഒരു കാര്യം എടുക്കരുത്. പിശാചിനെ കുറിച്ച് പറയുന്നത് അവനോട് പൊരുതി നിന്നാൽ അവൻ വിട്ടുപോകുമെന്ന്. അതായത് നമ്മളെ പലപ്പോഴും പിശാച് പല രീതിയിലുള്ള തോട്ട്സിലൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ വഴി പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വരുന്ന തോട്ട്സിനെ നമ്മളൊന്ന് റെസിസ്റ്റ് ചെയ്യണം. അങ്ങനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ ഇത് പിശാചിൽ നിന്നാണെങ്കിൽ അത് വിട്ടുപോയിക്കോളും. അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു ജ്ഞാനത്തിൻ്റെ ഒരു വഴിയാണ്, പിശാചിൻ്റെ വഴി. നമ്മളിവിടെ കാണുക, 2 ജ്ഞാനം കാണുക. ഒന്ന് ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം, 2 ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമായ ജ്ഞാനം. അപ്പോൾ ഇതിലേതാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതെന്ന് തിരിച്ചറിയുവാൻ നമ്മളതിനെ റെസിസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം. റെസിസ്റ്റ് ചെയ്യുകയും അതിനെ ഉപേക്ഷിക്കുകയും കർത്താവിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ചിന്തയെ സ്വീകരിക്കത്തുള്ളൂ എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് പതുക്കെ പിശാചിൽ നിന്നാണെങ്കിൽ അത് പതുക്കെ വിട്ടുപോകും, അല്ലെങ്കിൽ ഭൗമികമാണെങ്കിൽ അത് വിട്ടുപോകും. പകരം ഈശോയുടെ ജ്ഞാനം നമ്മളിൽ തെളിഞ്ഞു വരികയും ചെയ്യും. ദൈവത്തിൻ്റെതല്ലാത്ത ജ്ഞാനത്തെ തിരിച്ചറിയാനായിട്ട് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. അതായത് കടുത്ത അസൂയ, ഹൃദയത്തിൽ സ്വാർത്ഥമോഹം, ഇത് രണ്ടും ഉണ്ടാകുന്ന സമയത്ത് നമ്മളിൽ അതുമായി കണക്ട് ചെയ്ത് നമ്മളിലേക്ക് വരുന്ന ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ പലപ്പോഴും സ്വാർത്ഥമോഹവും കടുത്ത അസൂയയും നമ്മളിലുള്ളപ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കാനിരുന്നാൽ പലപ്പോഴും പിശാച് നമ്മളെ വെട്ടിലാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ തോൽപ്പിക്കാനായിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, പിശാചിനോട് യുദ്ധം ചെയ്ത് നിന്നാൽ മതി, അവൻ നിന്നെ വിട്ടുപൊയ്ക്കൊള്ളും. അപ്പോൾ അവനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുവാനുള്ള ഒരു സഹായം വേണമെങ്കിൽ നമ്മൾ കൂടുതൽ സമയം കർത്താവിൻ്റെ അടുത്ത് പോയി ഇരിക്കണം. മറ്റൊരിക്കൽ പലതരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളിൽ അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടി ഒരു കുട്ടിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അവളുടെ അപ്പൻ എന്നോടൊരു ഡിസിഷൻ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ ഒരിക്കലും ഡിസിഷൻസ് പറയാറില്ല, അങ്ങനെ പറയാൻ പാടില്ലല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത്, ഈ കുട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണ് കുട്ടിയെ. അതിന് ഏത് രീതിയിലും പോകാൻ പറ്റും, ആ വീട്ടിലെ സാഹചര്യം അതാണ്. അപ്പോൾ കുഞ്ഞിനെ തീരുമാനമെടുക്കാനായിട്ട് പോകുന്നതിന് ഞാൻ പറഞ്ഞത്, ഇത്രയും വിഷയങ്ങളിൽ ഒരു 3 ദിവസം കഴിഞ്ഞ് തീരുമാനമെടുത്താൽ മതി എന്നാണ് സാഹചര്യമെങ്കിൽ ഒരു 3 ദിവസം ഈശോയുടെ മുമ്പിൽ പോയി ഇരിക്കട്ടെ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈശോയുടെ അടുത്ത് ഇരുന്ന്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണ് ഇവിടെ, എൻ്റെ തീരുമാനമല്ല, നീ എന്നോട് പറയണം. ഞാനായിരുന്നെങ്കിൽ നിന്നോട് ഉപദേശം തരുന്നതെങ്കിൽ ഞാൻ ഇങ്ങനൊരു ഉപദേശമായിരുന്നു തരാൻ സാധ്യത എന്നത് നിൻ്റെ സ്വന്തം ഉപദേശം നീ എനിക്ക് വെളിപ്പെടുത്തണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞത്, ആദ്യമേ ആയിട്ടുള്ള ഒരു ഡിസിഷനുമല്ല, ആ കുട്ടി എടുത്തത് വളരെ വ്യത്യസ്തമായ ഒരു ഡിസിഷൻ പ്രാർത്ഥനയ്ക്ക് ശേഷം എടുക്കുകയാണ്. കാരണം അവളുടെ ജീവിതത്തിൽ പെട്ടെന്ന് സ്വാർത്ഥമോഹമോ അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായിട്ടുള്ള അസൂയയോ അങ്ങനെ എന്തും വർക്ക് ചെയ്യാമല്ലോ, ഇതൊക്കെ കടന്നു വന്നിട്ട് അതിനോടൊക്കെയുള്ള വാശി കാരണം ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ഈ സാധ്യതയെ തോൽപ്പിക്കുവാൻ കർത്താവിന് സഹായകമായത്, അല്ലെങ്കിൽ കർത്താവിന് അവളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടവന്നത് അവൾ ആ കടന്നു വന്ന ചിന്തയെ റെസിസ്റ്റ് ചെയ്തതിലൂടെയാണ്. അവളത് റെസിസ്റ്റ് ചെയ്തിട്ട് കർത്താവിൻ്റെ അടുത്ത് പോയിരുന്ന് ആ ചിന്തയോട് പോരാടിയതിന് ശേഷം കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, ഇത് തന്നെ ആണ് നിൻ്റെതെങ്കിൽ മാത്രം ഇതെന്നിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ വ്യത്യസ്തമായൊരു കാര്യമാണ് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്ക് വെളിപ്പെടുത്തണം. പ്രിയമുള്ളവരെ, നമ്മളേറെ വളരേണ്ട ഒരു വിഷയമാണ് ദൈവികമായിട്ടുള്ള ദൈവത്തിൻ്റെ ഹിതം അറിയുവാനുള്ള, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് അറിയുവാനുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് വേണം. പക്ഷെ അതൊരിക്കലും ഒരു ദർശനം കാണുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വിഷയത്തെക്കാൾ ഉപരി നമ്മളെ കൊണ്ടാണ് കർത്താവ് പലപ്പോഴും ഡിസിഷൻ എടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അറിയണം. ഒരു വിവേകശാലിയായ ഒരു അപ്പൻ കുഞ്ഞിന് പല രീതിയിലുള്ള കോഴ്സുകൾക്ക് പോകാമെങ്കിൽ സ്വന്തം കുട്ടിയെ കൊണ്ട് സ്വയം ഒരു ഡിസിഷൻ പറയാതെ ആ കുട്ടിയെ കൊണ്ട് തന്നെ ഡിസിഷൻ എടുപ്പിക്കുന്നത് പോലെ, ഇതിലേതാണ് വേണ്ടത് നീ തീരുമാനിക്കുക, എന്നിട്ട് അത് സഹായിക്കുന്നത് പോലെ നമ്മുടെ അപ്പൻ എപ്പോഴും നമ്മളെ കൊണ്ടായിരിക്കും ഡിസിഷൻസ് എടുപ്പിക്കുക എന്നത് നമ്മൾ അറിയണം. എന്നാൽ ഈ ഡിസിഷൻ എടുക്കുന്ന തോട്ട് പ്രോസസ്സിൻ്റെ സമയത്ത് പിതാവ് നമ്മളെ സഹായിക്കും.
ഈ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പിതാവിൻ്റെ അടുക്കലേക്ക് പോകണം. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്കാണ്. അതിന് പലപ്പോഴും നമുക്ക് വേണ്ടത് കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചുള്ള അറിവാണ്. അതാണ് കർത്താവ് പറയുന്നത്, എൻ്റെ വചനം കേട്ടത് പാലിക്കാൻ ശ്രമിക്കുന്നവനാണ് വിവേകിയായ ജ്ഞാനിയായ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഗ്രേസ് കിട്ടും. പ്രിയമുള്ളവരെ, നമ്മളുടെ തീരുമാനങ്ങളെ പലപ്പോഴും ഇന്ന് സ്വാധീനിക്കുന്നത് ഭൗമികമായ കാര്യങ്ങളാണ്. ഇന്ന് പലപ്പോഴും ദൈവവിളി കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ചില മേഖലകളിലെങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും കുറയുവാനുള്ളൊരു കാരണം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഈ ലോകത്തിലെ ആളുകൾ ജീവിതത്തെക്കുറിച്ച് കാണുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിനെ പിടിക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ പിടിക്കുന്നത് കൊണ്ടാണ്. ഇന്നതായിത്തീരണം എന്ന് ഈ ലോകം ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ കുട്ടികളും ഈ ലോകത്തിൻ്റെ ഭൗമികമായ ഇൻഫ്ലുവൻസിൽ പെട്ടിട്ട് അവരുടെ ആഗ്രഹങ്ങൾ മാറിപ്പോവുകയാണ്. ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് വിവേകത്തോടെ ദൈവിക ജ്ഞാനത്തോടുകൂടി എവിടെയെങ്കിലും സ്വസ്ഥമായി ഇരുന്ന് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ വേണ്ടി അന്വേഷിക്കുന്ന ഒരു മനസ്സ് കുഞ്ഞുങ്ങൾക്കുണ്ടാകുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഡോക്ടറാകുവാനും എഞ്ചിനീയർ ആകാനും പരിശ്രമിക്കുകയും അവിടെ തോറ്റാൽ മാത്രം മറ്റൊന്നിലേക്ക് പോയാൽ മതി എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും വലിയ വീട് വയ്ക്കാനും ഒരുപാട് സ്ഥലം വാങ്ങുവാനും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ദൈവത്തിന് എന്നെക്കുറിച്ച് വ്യത്യസ്തമായ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ കൃത്യമായ വഴിയിലൂടെ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു മനസ്സായിരുന്നു ഔസേപ്പിതാവിൻ്റെത്. ഔസേപ്പിതാവിന് മറ്റനേകം പദ്ധതികളുണ്ടായിരുന്നു. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തെ ശ്രമിക്കുന്ന ഒരാളായതുകൊണ്ട് ദൈവത്തിന് ഔസേപ്പിതാവിനോട് സംസാരിക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് നേരെ ബെത്ലഹേമിൽ പേരെഴുതിക്കുവാൻ പോയ, ആ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കുവാൻ വേണ്ടിയാണ് ബെത്ലഹേമിൽ പേരെഴുതിക്കാൻ പോയത്. കാര്യം അങ്ങനെ പേരെഴുതിച്ചില്ലെങ്കിൽ ആ നാട്ടിലെ ജീവിതം ദുസ്സഹമാവും. എന്നാൽ ആ നാട് വിട്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഔസേപ്പിതാവ് വരികയാണ്. എന്നാൽ ഔസേപ്പിതാവിന് അതിന് പ്രശ്നമില്ല. കാരണം ഭൗമികമായ ആഗ്രഹങ്ങളല്ല അദ്ദേഹത്തെ നയിക്കുന്നത്, സ്വാർത്ഥപരമായ ആഗ്രഹങ്ങളല്ല അദ്ദേഹത്തെ നയിക്കുന്നത്, പൈശാചികമായ ആഗ്രഹങ്ങളല്ല നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഫാമിലിയെക്കുറിച്ചും മറ്റുമൊക്കെ ഡിസിഷൻസ് എടുക്കുമ്പോൾ ദൈവത്തിന് ഈ ഫാമിലിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെക്കുറിച്ച് ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. അത് ഭൗമികമാണ്, പലപ്പോഴും അത് സ്വാർത്ഥപരമാണ്. എന്നാൽ ദൈവത്തിന് എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ടോ എന്നൊന്ന് ചിന്തിക്കാൻ ഈ ലോകത്തിലെ മീഡിയ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഈ ലോകത്തിലെ ആളുകൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ഒരുപാട് പ്രൊഫഷണൽസ് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ടി വിയിലും വീഡിയോയിലും ഒക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് മാറിപ്പോകാതെ ദൈവം എൻ്റെ മക്കളെക്കുറിച്ച് എന്താണ് പറയുന്നത്, ദൈവം എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെയൊന്ന് ചിന്തിക്കുന്ന, ലോകത്തിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായാലേ ദൈവിക ജ്ഞാനമുള്ളവർ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ദൈവിക ജ്ഞാനമുള്ള വ്യക്തികൾ ഈ ലോകത്ത് ഒരുപാട് പെരുകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന വിശുദ്ധരായ അനേകം കുഞ്ഞുങ്ങൾ കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ജീവിതത്തെയും ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമായ കാര്യങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് പിശാചിൻ്റെ ജ്ഞാനം അല്ലെങ്കിൽ പിശാചിൻ്റെ ആ ഡിസിഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു നിറഞ്ഞ് നമ്മുടെ ജീവിതം മോശമായി പോകാതെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അതിന് കർത്താവ് നൽകുന്ന വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്തത് ശുദ്ധമാണ്, രണ്ടാമത്തത് സമാധാനപൂർണ്ണമാണ്, പിന്നീട് അത് വിനീതമാണ്, വിധേയത്വമുള്ളതാണ്, കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതാണ്, അനിശ്ചിതമല്ല, ആത്മാർത്ഥതയില്ലാത്തതല്ല. എന്നിട്ട് പറയാണ്, സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു. ഈ ലക്ഷണങ്ങളൊന്നുമില്ലാത്തത്, അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങളിൽ പലതുമില്ലാത്തത് നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ തിരിച്ചറിയണം, ഇതൊന്നും കർത്താവിൽ നിന്നല്ല. കർത്താവിൽ നിന്നല്ലാത്തുള്ളത് നമ്മുടെ ജീവിതത്തിൽ പല നന്മകളും തരുന്നത് പോലെ നമുക്ക് തോന്നുമായിരിക്കാം, എന്നാലും ദൈവഹിതമാകുന്ന ആ ഒരു ട്രാക്കിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ, നമ്മളുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനം നിറഞ്ഞു കവിയുന്നതിന് വേണ്ടി നമുക്ക് ഒരു തീരുമാനമെടുക്കാം. എന്തും പ്രാർത്ഥിച്ച് ദൈവം കാണുന്നത് പോലെ കാണുവാനും ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാനും യേശു തീരുമാനമെടുക്കുന്നത് പോലെ തീരുമാനമെടുക്കുവാനുമുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ ഇപ്പോൾ പ്രതിജ്ഞ എടുക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് തൊട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഒരല്പസമയം നിന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ നിൻ്റെ ജ്ഞാനമെന്ത്, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പ് ദൈവമേ, ആളുകൾ മീഡിയ എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓരോ അഭിപ്രായം പറയുക, ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് നിമിഷം കണ്ണടച്ച് നിന്നിട്ട്, കർത്താവെ നീ ഈ കാര്യത്തെ എങ്ങനെ കാണുന്നു എന്ന് എനിക്ക് വെളിപ്പെടുത്തണമേ, ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് തുടങ്ങിയാൽ ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഹൃദയം കിട്ടിയ ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ടാകും. അങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയവും ദൈവത്തിൻ്റെ കാഴ്ചയും ദൈവത്തിൻ്റെ ലോജിക്കും ദൈവത്തിൻ്റെ കൺസെപ്റ്റുമുള്ള അനേകം ആളുകൾ ഈ ലോകത്ത് കർത്താവിനാൽ നയിക്കപ്പെടുന്നവരായി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങ് കാണുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കാണുവാൻ, അങ്ങ് അഭിപ്രായം പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കട്ടെ. ഇങ്ങനെയാണല്ലോ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. കർത്താവേ, ഈ ലോകത്താൽ ഞങ്ങളുടെ സ്വാർത്ഥതയാൽ പിശാചിനാൽ നയിക്കപ്പെടുന്ന ചിന്തകൾ ഞങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് അങ്ങയുടെ മക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.